ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹാപ്പി കിച്ചൻ, ദ കുക്കിംഗ് പാരഡൈസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ്. പക്ഷേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ തന്നെ ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് റെസിപ്പി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കണ്ട ശേഷം അതിഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒരുമിച്ച് മാംഗോ ഐസ്ക്രീം തയ്യാറാക്കാം. അതിനായി ആദ്യം വേണ്ടത് 2 പഴുത്ത മാങ്ങയാണ്. ഈ 2 മാങ്ങയുടെയും ഫ്ലഷ് മാത്രം എടുത്ത് നന്നായി മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഈ മാംഗോ പൾപ്പ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് പ്രധാനമായും വേണ്ടത് വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്. ആദ്യമായി നമുക്ക് വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇത് ബീറ്റർ ഉപയോഗിച്ച് ലോ സ്പീഡിൽ നിന്നും ഹൈ സ്പീഡിലേക്ക് നന്നായി ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമ്മളിതിൽ മധുരത്തിനായി വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നത്. വീണ്ടും നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിക്കുക. അങ്ങനെ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബേസ് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവർ ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനുവേണ്ടി ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മുടെ ബേസ് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ അരച്ച് മാറ്റി വെച്ചിരുന്ന മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ സമയം എക്സ്ട്രാ കളറ് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ എക്സ്ട്രാ കളറോ എക്സ്ട്രാ ഫ്ലേവറിങ് ഏജൻസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത ശേഷം മിനിമം 12 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുക. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐസ്ക്രീം റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ചൂട് സമയത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ദ റെസിപ്പി. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ and comment. Watch more videos.